സംസ്ഥാനത്തെ റവന്യൂ ഡിവിഷണൽ ഓഫീസുകളിൽ മിന്നൽ പരിശോധനയുമായി വിജിലൻസ്. ഓപ്പറേഷൻ കൺവേർഷൻ എന്ന പേരിലായിരുന്നു പരിശോധന. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമി ഇനം മാറ്റി നൽകുന്നതിൽ ക്രമക്കേടുണ്ടെന്നതടക്കമുള്ള വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതും 2008 തണ്ണീർത്തട നെൽവയൽ സംരക്ഷണ നിയമപ്രകാരം വിജ്ഞാപനം ചെയ്തതുമായ ഭൂമി ഡേറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കി ഇനം മാറ്റി നൽകുന്നതിൽ ക്രമക്കേടുണ്ട്. ഇതിന്റെ ഭാഗമായി ചില സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളും ചില റവന്യൂ ഉദ്യോഗസ്ഥരെയും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരെയും സ്വാധീനിക്കുന്നുണ്ടെന്നും വിജിലൻസിന് ലഭിച്ച രഹസ്യ വിവരത്തിൽ പറയുന്നു. 50 സെന്റിൽ കൂടുതൽ വിസ്തീർണമുള്ള വസ്തുവിന്റെ 10% ജലസംഭരണത്തിനായി മാറ്റിവെക്കണമെന്നും 2017 ശേഷം രജിസ്റ്റർ ചെയ്ത ഭൂമി തരം മാറ്റത്തിന് പരിഗണിക്കുവാൻ പാടില്ലെന്നും വ്യവസ്ഥയുണ്ട്. എന്നാൽ ഏജൻസികൾ വഴി സമർപ്പിക്കുന്ന അപേക്ഷകളിൽ ഇവ അട്ടിമറിക്കപ്പെടുന്നു. ഭൂമി തരംമാറ്റം കാരണം ജലനിർഗമന മാർഗം തടസ്സപ്പെടുന്നുണ്ടോ എന്നും സമീപത്തെ ജലസ്രോതസ്സിലേക്കുള്ള ഒഴുക്ക് തടസ്സപ്പെടുന്നുണ്ടോ എന്നുമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയാണ്. എന്നാൽ ഇതിൽ വീഴ്ച വരുന്നുണ്ട്. ഇത് കാരണം പല സ്ഥലങ്ങളിലും മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാകുന്നു. ചില സ്ഥലങ്ങളിൽ വസ്തു 25 സെന്റിന് താഴെയാക്കി പ്രമാണം ചെയ്ത ശേഷം ഭൂമി തരം മാറ്റത്തിനായി അപേക്ഷ നൽകുന്നുണ്ട്. അതുവഴി സർക്കാരിന് സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നതായും വിവരമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഡയറക്ടർ TK വിനോദ് കുമാറിന്റെ ഉത്തരവ് പ്രകാരം മിന്നൽ പരിശോധന ആരംഭിച്ചത്. പരിശോധനയിൽ സംസ്ഥാനത്തെ എല്ലാ വിജിലൻസ് യൂണിറ്റുകളും പങ്കെടുക്കുന്നുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.